ചെയ്യും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പള്ളിയുടെ തൂങ്കാലിൽ വരെ കൊണ്ടുപോയിട്ട് അവര് കുതിരകളെ കിട്ടും. കാരണം അവർക്ക് പള്ളിയോട് ബഹുമാനമൊന്നും ഉണ്ടാവില്ല. വളരെ ചിന്തിക്കണം. അങ്ങനെയാണ്. ഞാൻ തന്നെ ചിലപ്പോഴൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഈ ഗൾഫിലുണ്ട് തുർക്കികളായ ജോലിക്കാര്, ബാങ്ക് കൊടുത്താൽ നേരെ റൂമിലേക്ക് പോകുന്ന ഒരു കൗമ് കൂടുതലുള്ളത് തുർക്കികളാണ്. ബാങ്ക് കൊടുത്താൽ പിന്നെ നേരെ വളരെ അപൂർവമാണ് ഒരു തുർക്കിയൊക്കെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരിക. അപൂർവം. എത്രയോ പള്ളി പൂട്ടിയിട്ട പള്ളി തുർക്കിയിലുണ്ട്. എന്നാലോ മസ്ജിദുൽ ഹറാം കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ പള്ളി തുർക്കിയിലെ മസ്ജിദ് ഇസ്താംബൂളാണ്. ലോകത്തെ ഏറ്റവും വലിയ പള്ളി മസ്ജിദ് ഇസ്താംബൂളാണ്. ഹറം കഴിഞ്ഞാൽ ലോകത്തെ അതിപ്രധാനം വിശാലതയിൽ ഒന്നാം പ്രാധാന്യമുള്ള പള്ളി മസ്ജിദ് ഇസ്താൻബൂളിലെ പള്ളിയാണ്. നിങ്ങൾ ചിന്തിക്കണം. എന്നാൽ വലിയ കുഴപ്പങ്ങളും നാശങ്ങളും ഒക്കെ അവർ കൊണ്ടുവരും എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. ഞാനൊരു വിഷയത്തിലേക്ക് കിടക്കുന്ന കൂടി അവിടെ നിൽക്കും. 8 മിനിറ്റ്. ഒരു കാര്യം കൂടി പറയട്ടെ. ഇതിനോടനുബന്ധിച്ചൊരു നാശം കൂടി ഉണ്ടാവും. ഇപ്പൊ 2 കാര്യം നമ്മൾ പറഞ്ഞു. പാശ്ചാത്യ മുസ്ലിമീങ്ങളെ അടിപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം തുർക്കികൾ മുസ്ലിമീന്മേൽ കടന്നു കയറുകയും ഷാമിനെയും ഇറാഖിനെയും ഒക്കെ തുർക്കികൾ അടിപ്പെടുത്തുക. ഇങ്ങനെ സ്വന്തം മതത്തിൽ നിന്നും പുറത്തിൽ നിന്നും ഒരു തരം നാശം മുസ്ലിം സമൂഹത്തെ ബാധിക്കുക. അതിനിടയിൽ ഒരു പ്രശ്നം കൂടി ഉണ്ടാകും എന്ന് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തുന്നുണ്ട്. ശ്രദ്ധിക്കുക. ടൈഗ്രീസ് ഉറങ്ങുന്നുണ്ടോ? ശ്രദ്ധിക്കണേ. ഒരു കാര്യം കൂടി ഉണ്ടാവും. ഈ ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും ഒക്കെ തീരങ്ങളിലേക്ക് ശത്രു സമൂഹം അങ്ങനെ വന്ന് താവളമടിക്കണ കാര്യം അനവധി ഹദീസുകളിൽ കാണുന്നുണ്ട്. എന്നാൽ അതുവഴി വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. ഒന്ന് സ്വഹീഹുൽ ബുഖാരി ഖാല റസൂൽ അൻ അബീ ഹുറൈറ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂമു സ്സാഅ ഹത്താ യഹ്സുറൽ ഫുറാതു അൻ ജബലിൻ മിൻ ദഹബിൻ. യൂഫ്രട്ടീസിൽ സ്വർണ്ണമല ഉയർന്നിട്ടല്ലാതെ ഖിയാമത്ത് നാളിൽ സംഭവിക്കുകയില്ലെന്ന് മുഹമ്മദ് നബി. ഇതുകൂടി കഴിഞ്ഞിട്ടാണ് മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു രംഗത്ത് വരിക. അങ്ങനെയാണ്. മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞത്? ചിന്തിക്കണതൊക്കെ ഞാൻ പഠിച്ചു പറയാൻ വെറുതെ പറയല്ല. അതായത് പാശ്ചാത്യരെ കടന്നു കയറ്റുണ്ടാവും. പിന്നെ അതിന് ശേഷം തുർക്കികളെ തുർക്കികളോടൊക്കെ നമ്മൾ തോൽക്കും. തോറ്റ് തുന്നം പാടി ഓടും. എല്ലാം കഴിഞ്ഞ് ഓടും, നാശവും. അതിനോടനുബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. യൂഫ്രട്ടീസിൽ സ്വർണ്ണമല നെഹ്റും ജബലും മിൻ ദഹബിൻ എന്നാണ് ഹദീസ്. ഈ ഹദീസ് മുസ്ലിമിലുണ്ട്, ബുഖാരിയിലുണ്ട്. അതിന്റെ കരയിൽ താവളമടിക്കുന്ന ശത്രു പടയാളികൾ അതിനു വേണ്ടി പരസ്പരം കൊലപ്പെടുത്തുകയും ചെയ്യും. സ്വഹീഹുൽ ബുഖാരി. രാക്കഥ പറയല്ല. സ്വഹീഹുൽ ബുഖാരി. യൂഫ്രട്ടീസിൽ ജബലും മിൻ ദഹബിൻ എന്നേ പറഞ്ഞത്. ജബലന്നെ ആരെങ്കിലും വല്ല മിന്നി പോയാലല്ല. ജബലും മിൻ ദഹബിൻ, സ്വർണത്തിന്റെ മാല അങ്ങോട്ട് പൊങ്ങി വരും. സ്വഹാബികളെ, മുസ്ലിമീങ്ങളെ, നിങ്ങൾ അടുത്ത തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം. ആ സ്വർണ്ണമലയുടെ അരികിൽ ആരെങ്കിലും എത്തിച്ചേർന്നാൽ പോലും അതിൽ നിന്ന് എടുക്കരുതേ. അത് നാശത്തിന്റെ സ്വർണ്ണമലയാണ്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ ഏകദേശ ചിത്രം ഇങ്ങനെ അങ്ങോട്ട് വരച്ച് കാണിച്ചു തന്നതാണ്. സമകാലിക മുസ്ലിം ലോകത്തിന്റെയും വരുന്ന ഭാവിയുടെയും ഏകദേശം ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇപ്പോൾ ചുരുക്കത്തിൽ എല്ലാ നിലയിലുമുള്ള ഒരു നാശത്തിന്റെ സാഹചര്യം മുസ്ലിമീങ്ങളെ ബാധിക്കുമ്പോഴാണ് നായകൻ മുസ്ലിം ഉമ്മത്തിലേക്ക് കടന്നു വരിക. അതാണ് നമുക്കിനി പറയാനുള്ളത്. അനിബ്നു സീരീൻ لا يخرج المهدي حتى يكفر بالله جهرا. പരസ്യമായി കാഫറാകാൻ ആളുകൾക്ക് മടിയില്ലാത്ത കാലഘട്ടം വരും. കാരണം ഇസ്ലാമിക മെജോറിറ്റി എന്നത് നഷ്ടപ്പെടും. മുസ്ലിമീങ്ങൾക്ക് എവിടെയും ഒരു രക്ഷയില്ലാത്ത ഒരു സാഹചര്യം എല്ലായിടത്തും വരും. അപ്പം മുസ്ലിമീങ്ങൾ തന്നെ ഓരോ ദിവസവും കുറെ ആളുകൾ പരസ്യമായിട്ട് കാഫറാകാം. അതിന് അവർക്ക് ഒരു മടിയും ഉണ്ടാവുകയില്ല. ലാ യഖ്റുജുൽ മഹ്ദി ഹത്താ യക്ഫുറ ബില്ലാഹി ജഹ്റ. നുഐം ഇബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹു തന്റെ കിതാബുൽ ഫത്വയിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൻ അലിയിൻ ഖാല ലാ യഖ്റുജുൽ മഹ്ദി ഹത്താ യബ്സുഖ ബഅലുഹും വജ്ഹ ബഅലിൻ. മുസ്ലിമീങ്ങൾ പരസ്പരം
മുഖത്തെ നോക്കി തുപ്പി നടക്കുന്ന കാലഘട്ടത്തിലെ മഹ്ദി വരികയുള്ളൂ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തൊട്ട് നുഐം ഇബ്നു ഹമ്മാദ് തന്റെ കിതാബുൽ ഫിതനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾ പരസ്പരം തുപ്പി നടക്കുക, അതായത് മുസ്ലിമീങ്ങൾ തന്നെ ആ സാഹചര്യം തന്നെയാണല്ലോ ഉള്ളത്. 100 മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ 200 പാർട്ടിയല്ലേ, എന്താ പത്ത് സാഹചര്യം? അതൊക്കെ തന്നെ ഇപ്പൊ പറയുന്നത്. അങ്ങോട്ട് ഇങ്ങനെ കയറി വരിക. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. തന്നെ എന്റെ വകയല്ല, ഒക്കെ എടുത്തു നോക്കിക്കോളൂ, അവിടെ ഉണ്ട്. عن علي قال لا يخرج المهدي حتى يبصق بعضهم في وجه بعض. ഒരുമ എന്ന സാധനം ഉണ്ടാവില്ല. മുസ്ലിമീങ്ങൾ പരസ്പരം മുഖത്ത് നോക്കി തുപ്പും. പിന്നെ لا يخرج المهدي لا يخرج المهدي حتى يخرج الرجل بالجارية الحسناء. വിലപിടിപ്പുള്ള ഒരു സാധനം എന്നർത്ഥം. വിലപിടിപ്പുള്ള ഒരു സാധനവും കൊണ്ട് ഒരാൾ രംഗത്ത് വരും, പുറത്തു വരും. എന്നിട്ട് അയാൾ പറയും ഇറാഖിലും ഷാമിലും ഒക്കെ പരിസരത്തുള്ള ആളുകള് അവനെ ഏറ്റവും വിലവെളിപ്പുള്ള ഒരു സാധനം കൊണ്ടുവന്നിട്ട് പറയും, ഇത് അങ്ങോട്ട് ആരെങ്കിലും എടുത്തോളൂ, അതിന് പകരം എനിക്കൊരു ഭക്ഷണം തന്നാ മതി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഭക്ഷണത്തിന് വേണ്ടി ഇറാഖ്, സിറിയ, ജോർദാൻ, ലബനാൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഭക്ഷണത്തിന് അത്രയും വലിയ ക്ഷാമം ഉണ്ടാകുമ്പോഴാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പ്രത്യക്ഷമാവുക എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് വേറെയുണ്ട്. തകൂനു ഫിത്ന, മുസ്ലിം ലോകത്താകെ ഫിത്ന പൊട്ടിപ്പുറപ്പെടും. എന്നാൽ ഏറ്റവും വലിയ ഫിത്ന അവ്വലുഹാ ലഅബുസ് ബിയാൻ, ഒരു തരം കളി എല്ലാവരെയും ബാധിക്കും. ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെ മറ്റേ വിഷയത്തിലേക്ക് ചെറിയ ഒരു സൂചനയും ഈ കാര്യത്തിലുണ്ട്. ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നു ലോകകപ്പ് പറഞ്ഞ് ശ്രദ്ധിക്കണം. ഞാൻ പന്ത് കളിക്കെതിരായിട്ടുണ്ട് പറയല്ല. ഈ കളി ഒരു ജീവിത ശൈലിയാക്കി കൊണ്ടുവരുന്നത് വലിയ നാശാണ്. ഇതിന് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. മുസ്ലിമീങ്ങളിൽ ആകെ ഒരു തരം കളി, പിള്ളേർക്ക് കളിക്കാനേ നേരുള്ളൂ. ഒക്കെ കളി. പിള്ളേർ മാത്രമല്ല, വലിയ ആളുകൾ വരെ എല്ലാം കളി, ഒക്കെ കളിയോട് കളി തന്നെ. പന്തളി കഴിഞ്ഞ് ലോകകപ്പ് കഴിഞ്ഞാലെങ്കിലും ഇതിന്റെ പ്രശ്നം ഒന്ന് തീരുമല്ലോ എന്ന് വിചാരിച്ച് സമാധാനിച്ചിരുന്നു. പിന്നെ 1 മാസം സിദാന്റെ തല കൊണ്ട് കുത്തിയത് ഖൈറായോ ഷർറായോ. പിന്നെ ഒരു മാസം മുസ്ലിം പത്രങ്ങൾ വരെ അതിനു വേണ്ടി ചർച്ച. മുസ്ലിം പത്രങ്ങളിൽ ഏത് പത്രത്തിന് കൊണ്ടാലും വേണ്ടില്ല, എനിക്ക് ആർക്ക് കൊള്ളുന്നുള്ള പ്രശ്നമൊന്നുമില്ല, ചിന്തിക്കാം, ആർക്ക് കൊണ്ടാലും വേണ്ടില്ല. മുസ്ലിം പത്രങ്ങൾ വരെ ചർച്ച. എന്തിന്? തല കൊണ്ടിടിച്ചാൽ അവൻ മറ്റേയാള് എന്താ പറയാ മറ്റേ രാശി ചത്തുപോയിരുന്നെങ്കിലോ, ചത്തിട്ടില്ലല്ലോ, ഇനിയിപ്പോ ചത്തുപോയിരുന്നെങ്കിലോ എന്ന് പറയേണ്ട ആവശ്യമുണ്ട്. വെറുതെ ഇങ്ങനെ ഇത് തന്നെ തർക്കം, വിഷയം അത് മാത്രമായി പറയാം. ഒരു തരം കളി മുസ്ലിം ലോകത്തെ ആകെ വ്യാപിക്കുക എല്ലായിടത്തും ഉണ്ട്. മുസ്ലിമീങ്ങൾ അങ്ങനെയല്ലല്ലോ. മുസ്ലിമീങ്ങൾ വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. സമയത്തിന് ഏറ്റവും വിലയുള്ള സമൂഹം മുസ്ലിമീങ്ങൾ. അത് പഠിപ്പിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിഅമതാനി മഗ്ബൂറുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ് ഖാല റസൂലുള്ളാഹി. അനർഘമായ വിലയുള്ള 2 സാധനമാണ് അല്ലാഹു മനുഷ്യനെ ഏൽപ്പിച്ചത്. ഒന്ന് സമയവും ഒന്ന് ആരോഗ്യവുമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇതിനെതിരാ മുസ്ലിമീങ്ങൾ. കളിക്കും ഒരു രസത്തിന് വേണ്ടിയൊക്കെ എപ്പോഴെങ്കിലും കളിക്കുകയൊക്കെ ചെയ്യാം. ആരും കളിക്കാലോ. ഹബീബായ റസൂലുള്ളാഹിയൊക്കെ കളിച്ചിട്ടുണ്ടല്ലോ. ഭാര്യ തമാശയും കളിയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കളിക്ക് വേണ്ടിയുള്ള ജീവിതമല്ല, അതൊക്കെ എപ്പോഴെങ്കിലും ഒരു റാഹത്തിന് വേണ്ടിയാ. ഇത് കളിക്ക് വേണ്ടി തന്നെയുള്ള ജീവിതം. കളി തന്നെ ജീവിതം തന്നെ കളിയാക്കുന്ന രീതി ശരിയാണല്ലോ. എന്റെ അറബ് ലോകത്തിന്റെ